പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഭയപ്പെടാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാകുമോ? നാളെക്കുറിച്ചുള്ള ആശങ്ക, പരാജയപ്പെടുമോ എന്ന പേടി, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം, അങ്ങനെ പലവിധ ചിന്തകൾ നമ്മളെ വേട്ടയാടാറുണ്ട്. എന്താണ് ഈ ഭയം? ഭയം എന്ന് പറയുന്നത് നമ്മളെ താഴ്ത്തുന്ന ഒരു ഇരുട്ടാണ്. എന്നാൽ ഈ ഇരുട്ടിൽ നമുക്ക് വെളിച്ചമാകാൻ, നമുക്ക് ധൈര്യം തരാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭയത്തെ എങ്ങനെ ദൈവവചനത്തിലൂടെ മറികടക്കാം എന്നതിനെ കുറിച്ചാണ്. ബൈബിളിൽ ഉടനീളം ദൈവം നമ്മളോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ തനിച്ചല്ല എന്ന ബോധ്യമാണ് ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 41 അധ്യായം 10 വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വചനങ്ങൾ നോക്കിക്കേ, എത്ര മനോഹരമായ വാഗ്ദാനമാണ് നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത്. നമ്മൾ വീണു പോകുമ്പോൾ താങ്ങാൻ, നമ്മെ ശക്തീകരിക്കാൻ ആ വലിയവനായ ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കണ്ണു നിറയേണ്ടതില്ല. പകരം ഈ വചനം ഓർക്കുക. സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിലും ഭയമില്ലാതെ നിലകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 27 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മെ വഴി നടത്തുന്ന ദൈവം എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ധൈര്യം. പരാജയങ്ങളെയും തകർച്ചകളെയും കുറിച്ചുള്ള ഭയം നിങ്ങളെ അലട്ടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് എഴുതിയ 2 ലേഖനം 1 അധ്യായം 7 വാക്യം ഓർക്കുക. ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ തന്നിരിക്കുന്നത്. അതെ, ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും നേരിടാനുള്ള ശക്തിയും സമാധാനവുമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? കടബാധ്യതകളോ, രോഗങ്ങളോ, അതോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഓർക്കുക, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ഒരു ദൈവം നമുക്കുണ്ട്. നിങ്ങളുടെ ഭയങ്ങളെ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. സങ്കീർത്തനങ്ങൾ 56:3. ഇന്നത്തെ ഈ വചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും ധൈര്യവും പ്രത്യാശയും നൽകി എന്ന് വിശ്വസിക്കുന്നു. വചനത്തിന്റെ വെളിച്ചത്തിൽ ഭയമില്ലാത്ത ഒരു നല്ല നാളെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വീണ്ടും കാണാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. God bless you. Follow for daily Bible verse. Thank you.